ഗൈസ്, ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ മെയിൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഒ എസിനെ പറ്റിയാണ്. ഓക്കെ, അതും ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഇന്ത്യക്കാർക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ നിന്നുള്ള ഒരു ഒ എസ് ആണ് ഈ ഒരു ഒ എസ്. അപ്പം ഈ ഒരു ഒ എസ് ആണ് BharOS. അപ്പം ഈ ഒരു BharOS എന്ന് പറഞ്ഞ ഒരു ഒ എസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നത്തിങ് ഒ എസ് ഉണ്ടല്ലോ, അത് ആൻഡ്രോയിഡിൻ്റെ ബേസ്ഡായിട്ടുള്ള ഒരു UI ആണ്. അപ്പം അതേപോലത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു BharOS എന്ന് പറഞ്ഞൊരു ഒ എസ്. ആൻഡ്രോയിഡ് ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിൻ്റെ ബേസ്ഡിലാണ് ഈ ഒരു BharOS അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ജൻ കോപ്സ് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും അതുപോലെ തന്നെ IIT മദ്രാസും കൂടി ചേർന്നാണ് ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ രൂപയുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫ്രീഡം അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് കൊടുക്കുക എന്നതാണ്. അപ്പോൾ നമുക്കറിയാം ആൻഡ്രോയിഡിലൊക്കെ പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുമല്ലോ. ഈ ഒരു BharOSനകത്ത് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് ഇവരുടെ തന്നെ ഒരു PASS എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ. അപ്പം ഈ UI നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആപ്ലിക്കേഷനകത്ത് കാണാൻ പറ്റില്ല, നമ്മളുടെ കൺട്രോളിലാണ് എല്ലാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഈ ഒരു BharOS അവർ അനൗൺസ് ചെയ്തത്. അപ്പം ആ ഒരു അനൗൺസ്മെൻറ്റിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു OS ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോണിലോ അതുപോലെ തന്നെ ബാക്കി ഒരു ഡിവൈസസിലും ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ഇറക്കാൻ ഇപ്പോൾ പ്ലാൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഒരു OSൻ്റെ ഒരു 2-3 സ്ക്രീൻഷോട്ട്സ് ഒക്കെ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഇതുപോലെ ആയിരിക്കും ഏകദേശം OS. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിൻ്റെ ബേസിലായതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡിൻ്റെ ഒരു ടച്ച് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ആ ഒരു ആപ്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം PASS ആപ്സ്. അവിടെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് ഒക്കെ കാണാൻ പറ്റുക. ഇവിടെ പ്രീ ഇൻസ്റ്റാൾ ആയിട്ടല്ല, അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കുറച്ച് 3 ആപ്ലിക്കേഷൻസ് ഒക്കെ കാണാൻ പറ്റും നമുക്ക് അവിടെ. ഡഗ്ഗോടെ അതുപോലെ തന്നെ സിഗ്നൽ, ട്വിറ്റർ നമുക്കവിടെ കാണാം. ഓക്കെ, അപ്പം വേറൊരു ആപ്ലിക്കേഷൻ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റില്ല. പിന്നെ മെയിനായിട്ടും ഇതിനകത്ത് ഗൂഗിൾ സർവീസ് നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് വരുന്നില്ല. ഓക്കെ, അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. ഇതിനകത്ത് ഗൂഗിളിൻ്റെ സപ്പോർട്ടേ വരുന്നില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. നമ്മുടെ iOSൽ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യില്ലേ, ആ ഒരു സെറ്റപ്പ്. അപ്പം ആ ഒരു രീതിക്കാണ് ഈ ഒരു UI ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം അതാണ് ഈ ഒരു BharOSനെ പറ്റി പറയാനുള്ളത്. വലിയ കാര്യങ്ങളൊന്നുമില്ല, പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു UI തന്നെ എന്ന് പറയാം. നമുക്ക് ആപ്ലിക്കേഷൻസ് ഒന്നും കാണില്ല, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പം ഇനിയിപ്പം ഈ ഒരു UI നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ ഡിവൈസസിലാണ് അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺസിലൊക്കെ വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കിപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് ഇല്ല. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് തന്നെയാണ് പറയാനുള്ളത്. അപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക് വീഡിയോ ആയിട്ട്